നമസ്കാരം. ചേഞ്ച് എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഷൈജു കുര്യൻ. നമ്മളോടൊപ്പം നമ്മുടെ സുഹൃത്ത് പിന്നണിയിലുണ്ട്. നമസ്കാരം ജി. നമസ്കാരം ജി. നമസ്കാരം ജി. നമസ്കാരം ജി അല്ല, നമസ്കാരം ഷൈജു സാർ. സാറേ, ഇന്നത്തെ നമ്മുടെ വിഷയം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചാനലുകളിൽ, ദൃശ്യമാധ്യമങ്ങളിൽ നല്ല രീതിയിൽ ലീഡ് ചെയ്ത ന്യൂസുകളിൽ ഒന്നായിരുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതായത് സ്കൂളുകളിൽ ഹിന്ദു മത ആചാരപ്രകാരം ഉള്ള കാൽ കഴുകി, അധ്യാപകരുടെയൊക്കെ കാൽ കഴുകുന്ന ഒരു ചടങ്ങ്. നമ്മൾ പെസഹായോടനുബന്ധിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്, കാൽ കഴുകുന്ന ചടങ്ങൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി അധ്യാപകരുടെ ഒരു കൊച്ചു കുട്ടിക്ക് ഒരു വിദ്യ അഭ്യസിക്കുന്ന, ഏത് കലയായിക്കോട്ടെ, കായികമായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഒരു വിദ്യ അഭ്യസിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു അധ്യാപകന്റെ കാൽ തൊട്ട് വന്നിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ കാൽ കഴുകിയുള്ള പൂജ, ഈ പൂജയിലൊക്കെ സ്കൂളുകളിൽ പുറത്തുനിന്ന് രാഷ്ട്രീയക്കാർ കടന്നു വരുന്നു, അവരുടെ കാലം കഴുകി പിന്നെ പൂജ നടത്തുന്ന ഒരു നമ്മുടെ പരിഷ്കൃത സമൂഹത്തിൽ, കേരളം പോലുള്ള പരിഷ്കൃത സമൂഹത്തിൽ അത് ശരിയാണോ സാറേ? പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ്. പക്ഷെ നമ്മള് ഒരു മതത്തിൽ വിശ്വസിക്കുന്നു, നമുക്ക് മതാചാരം തുടരാൻ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഗുരുക്കന്മാരാണ്, അവരുടെ കാല് തൊട്ട് വന്ദിക്കുന്നതിലോ ഒന്നും തെറ്റില്ല. പക്ഷെ മതങ്ങളും വിദ്യാഭ്യാസവും രാഷ്ട്രീയമായിട്ട് ഇടകലരുമ്പോഴാണ് അവിടുത്തെ വിഷയം ഉണ്ടാകുന്നത്. അന്ന് നടന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു അധ്യാപകനെ വന്ദിക്കലായിരുന്നോ നിന്ദിക്കലാണോ എന്ന് നമ്മൾ ചില സാഹചര്യങ്ങളിൽ ചിന്തിച്ചു പോകുന്നുണ്ട്. കാരണം ഒരു രാഷ്ട്രീയം അതിൻ്റെ അകത്ത് കലരുമ്പോൾ അത് ശരിക്കും മതത്തെയും അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തെയും നിന്ദിക്കുകയും ഒരു അധ്യാപകനെ അപമാനിക്കുന്നതിനും തുല്യമായ ഒരു കാര്യമല്ലേ നടന്നതെന്ന് നമുക്ക് പലപ്പോഴും തോന്നുന്നുണ്ട്. ഒരു ചിരി എന്നാ, ഒരു ചിരിയാണ് നമുക്ക് വരുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പഞ്ചമി അറിയാമല്ലോ, അയ്യങ്കാളി സ്കൂളിലേക്ക് കൊണ്ടുവന്ന പഞ്ചമി, ആ കാലഘട്ടമൊക്കെ നമുക്ക് രണ്ടുപേർക്കും അറിയാം. അല്ലെങ്കിൽ ഈ കേരള സമൂഹത്തിന് നമ്മളെക്കാട്ടിൽ എത്രയോ നന്നായിട്ട് അറിയാം. ആ പഴയ കാലഘട്ടത്തിലേക്കുള്ള ഒരു തിരിഞ്ഞു നോട്ടമാണോ, അതോ ഒരു റിട്ടേൺ ജേർണിയാണോ എന്നൊരു സംശയം. അല്ല, ഒരു പഴയ സമൂഹത്തിലെ കാര്യങ്ങളൊന്നും തെറ്റാണെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റത്തില്ല. കാരണം ഗുരുകുല സമ്പ്രദായം ഉണ്ടായിരുന്നു. പക്ഷെ ഗുരു ഒരിക്കലും ആ ശിഷ്യന്റെ കാര്യത്തിൽ ഒരു രാഷ്ട്രീയം കലർത്തുക ഇതൊന്നും ആയിരുന്നില്ല. അവര് വിദ്യ കറക്റ്റായിട്ട്, കാരണം ശിഷ്യൻ ഗുരുവിന്റെ ഒപ്പം വളരണം എന്നുള്ളതായിരുന്നു ആ ഗുരുവിന്റെ ലക്ഷ്യം. പക്ഷെ ഇന്നത്തെ പല അധ്യാപകർ പോലും അതാണോ ലക്ഷ്യം എന്നാണ്. ചില അധ്യാപകരൊക്കെ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയും, മറ്റു ചിലര് ചില സ്കൂളുകളിലൊക്കെ നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം, രാഷ്ട്രീയത്തിന്റെ പുറകെയാണ് പല അധ്യാപകരും നടക്കുന്നത്. സർക്കാർ ശമ്പളം കൊടുക്കുന്ന സ്കൂളുകളിൽ ഇത് വേണോ വേണ്ടയോ എന്നുള്ളതാണ് നമ്മുടെ ഒരു ടോപ്പിക്. കാരണം സർക്കാർ ശമ്പളം കൊടുക്കുന്ന സ്കൂളുകളിലാണെങ്കിൽ പോലും ഓരോ മതത്തിലുള്ളവർക്ക് അവരവരുടെ വിശ്വാസം. കാരണം ഇപ്പൊ ഒരു ഹിന്ദുവിന്റെ അനുഷ്ഠാനം വേറൊരു ക്രിസ്ത്യനോ അല്ലെങ്കിൽ ഒരു മുസ്ലിം സമുദായത്തിലോ അക്സെപ്റ്റബിൾ ആയിരിക്കും. അന്നേരം അങ്ങനത്തെ ആചാരങ്ങൾ നമ്മൾ ഒരിക്കലും ഒരു സർക്കാർ സംവിധാനത്തിലുള്ള സ്കൂളുകളിലേക്ക് കൊണ്ടുവരാതിരിക്കുക. മതങ്ങൾക്ക് ഓരോ വിശ്വാസത്തിലുള്ളവർ അവരവരുടെ വിശ്വാസം ജീവിച്ചോട്ടെ, അതിന് തെറ്റൊന്നും നമുക്ക് പറയാനില്ല. പക്ഷെ വേറെ തന്നെ അതിലേക്ക് പിടിച്ചു കൊണ്ടുവരുന്നത് രാഷ്ട്രീയമായ മുതലെടുപ്പിന് വേണ്ടിയാകുമ്പോഴാണ് അവിടെ വിഷയങ്ങൾ. മതങ്ങളും വിശ്വാസങ്ങളും എല്ലാം നല്ലതിനല്ലേ സാറേ? നല്ലതിനല്ലേ? അപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്രത്യേകിച്ച് രാഷ്ട്രീയം അല്ലെങ്കിൽ മതം ഇതൊന്നും വിദ്യാഭ്യാസത്തിലേക്ക് ആയിരിക്കും. അത് കഴിഞ്ഞ ദിവസം സ്കൂൾ ടൈമിംഗ് മാറ്റമായിട്ട് ബന്ധപ്പെട്ട് ചില മതത്തിൽ നിന്നുള്ള നേതാക്കന്മാര്, മത പണ്ഡിതന്മാരൊക്കെ ടൈമിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇത് സത്യത്തിൽ സർക്കാർ കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടി, ഏത് സർക്കാരായിക്കോട്ടെ, ഇപ്പൊ LDF സർക്കാരോ UDF സർക്കാർ അല്ല, കേന്ദ്ര സർക്കാർ, BJP സർക്കാർ, ആരും ആയിക്കോട്ടെ, അവരൊരു നല്ല കാര്യം കൊണ്ടുവരുമ്പോൾ അതിനെ നമ്മൾ കണ്ണടച്ച് എതിർക്കുന്നത് ശരിയാണോ സാറേ? നമ്മൾ അതിനെ കണ്ണടച്ച് എതിർക്കുന്നതല്ല. സുഹൃത്ത് തന്നെ ഏതെങ്കിലും അറിയാവുന്ന ഏത് മതത്തിൽപ്പെട്ടവരായിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ഇവരോട് പേഴ്സണലി സംസാരിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഇവരൊന്നും ഒരു സർക്കാർ കൊണ്ടുവരുന്ന ഒരു സംവിധാനത്തിനെതിരല്ല. പക്ഷേ ഇതിനെ രാഷ്ട്രീയമായി മുതലെടുക്കുന്ന കുറച്ച് വ്യക്തികളുണ്ട്. അവർക്ക് സ്വാർത്ഥരായ ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോഴാണ് ഇവിടെ വിഷയം ഉണ്ടാകുന്നത്. കാരണം സർക്കാർ നടപ്പിലാക്കുന്ന നയങ്ങളെ ഈ യഥാർത്ഥ വിശ്വാസി എതിർക്കുന്നില്ല. അതിൻ്റെ അകത്ത് രാഷ്ട്രീയമോ അല്ലെങ്കിൽ വേറെ ലാഭങ്ങളോ കാണുന്ന വ്യക്തികൾ അതിനെ രാഷ്ട്രീയമായിട്ടോ അല്ലെങ്കിൽ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയോ മുതലെടുക്കുമ്പോഴാണ് അവിടെ വിഷയമുണ്ടാകുന്നത്. നമ്മൾ ഇങ്ങനത്തെ തെറ്റായ പ്രവണതകൾക്കെതിരെ ശക്തമായി നിലനിൽക്കണം. നമ്മുടെ സർക്കാർ നമ്മളെ ഒന്നായി കൊണ്ടുപോകാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലായിരിക്കണം
നമ്മുടെ മതങ്ങളും എല്ലാം നമ്മുടെ രാജ്യത്തിന്റെയും നമ്മുടെ വ്യക്തിപരമായ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ് ഏത് മതമാണെങ്കിലും. ആ ലക്ഷ്യങ്ങൾ കണ്ടുകൊണ്ട് നമ്മുടെ സമൂഹത്തിന്റെ പൊതുവായ നന്മയ്ക്ക് വേണ്ടിയായിരിക്കണം ഈ സംവിധാനങ്ങളെല്ലാം വരുന്നത്. നമുക്ക് ഒത്തൊരുമയോടുകൂടി നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെ അകത്ത് തെറ്റായ ഒരു പ്രവണത ഉണ്ടാകാതിരിക്കുക, നല്ലൊരു ഭാവി ഉള്ള നമ്മുടെ വിദ്യാർത്ഥികളെ വളർത്തിക്കൊണ്ട് വരാനുള്ള ഒരു സംവിധാനം നമുക്കുണ്ടാകണം. അതിനുവേണ്ടി നമുക്ക് ഒന്നായിട്ട് പരിശ്രമിക്കാം.